ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. തംബ്നെയിൽ കണ്ടു വന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ HSC പച്ചക്കൊടി കാട്ടി. അതായത് HSC ഗെറ്റ്സ് ഗ്രീൻ ലൈറ്റ് ടു ഹയർ ഓവർ 2200 സ്റ്റാഫ് ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് ഫ്രീസ്. സോ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഹാപ്പി ആക്കുന്ന ന്യൂസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഉടനെ അവസാനിക്കും. കാരണം അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു. സോ ഈ ഒരു വാർത്ത അനൗൺസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് മിനിസ്റ്റർ ആണ്. കഴിഞ്ഞ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ ഇതിനൊരു പരിഹാരം കാണും അന്ന് പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. സോ 2969 പോസ്റ്റ് ഈ വർഷം അവൈലബിൾ ആണ്. സോ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് നടക്കും. സോ ഇതില് 2268 വേക്കൻസീസും ഹെൽത്തിനാണ്. ബാക്കി 701 ത്രൂ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇക്വാലിറ്റി, ഡിസബിലിറ്റി, ഇന്റഗ്രേഷൻ ആൻഡ് യൂത്ത്. സോ ഈ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഉടനടി നടക്കുമെന്നാണ് ഹെൽത്ത് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിക്രൂട്ടിംഗ് ഓഫ് ന്യൂ സ്റ്റാഫ്സ്, അതേപോലെ റീലൊക്കേഷൻ ഓഫ് HSC സ്റ്റാഫ്സ് ആൻഡ് കരിയർ ബ്രേക്സിൽ പോയിട്ടുള്ള സ്റ്റാഫുമാര് തിരിച്ചെടുക്കുന്നതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഉടനെ അറിയിക്കുന്നതായിരിക്കും. സോ അതിനോടൊപ്പം തന്നെ ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് എൻഡ് ആകുന്ന കാര്യവും അറിയിക്കും. ഇനി ഒരു നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസ് ഒക്കെ ഉടനെ നടക്കും. പലരും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ഇന്റർവ്യൂസ് നടക്കുമോ, ഇനി ലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനുള്ള മറുപടിയാണിത്. ഉറപ്പായിട്ടും ഈ വർഷം തന്നെ 2268 പോസ്റ്റിലേക്ക് വേക്കൻസീസ് ഫില്ല് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇന്റർവ്യൂസ് ഒക്കെ ഉടനെ നടക്കും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നതായിരിക്കും. സോ ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഡിസിഷൻ ലെറ്റർ കിട്ടിയിരിക്കുന്നവരും ഇന്റർവ്യൂ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. ഉടനടി ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം അലേർട്ട് ആയിട്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് വരുന്നുണ്ടോ എന്നൊക്കെ പല ഏജൻസീസിനെയൊക്കെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾ അറിയുക. അങ്ങനെ ഇന്റർവ്യൂസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അറ്റൻഡ് ചെയ്യുക. മാക്സിമം പെട്ടെന്ന് കയറി വരാൻ നോക്കുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.